N.K. പ്രേമചന്ദ്രനെ മോദി വിരുന്നിന് ക്ഷണിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടപ്പോൾ പ്രേമേട്ടൻ ഒരു പിടി അങ്ങ് പിടിച്ചു. അത് കാവി ഷോളാണോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇത് തനിക്ക് പുതിയൊരു അനുഭവം എന്ന് പറഞ്ഞ് പുള്ളി സന്തോഷം അങ്ങ് പങ്കുവെച്ചു. ശരി തന്നെ, അതിൽ ഇതിന് മാത്രം പറയാൻ എന്തിരിക്കുന്നു? പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിച്ചതിൽ എനിക്കൊരു തെറ്റും തോന്നിയില്ല. പക്ഷെ എന്നെ കൂടി ഒന്ന് വിളിക്കാമായിരുന്നു, വാലാട്ടി ഓടി വന്നേനേലോ ഞാൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയണത്. കൂട്ടിന് മുരളീധരേട്ടനുണ്ട്. രണ്ടിൻ്റെയും അണ്ടർരാഷ്ട്രീയം നമുക്കറിയാലോ. അട്ടർ വേസ്റ്റ്. ഒരു ക്രിസ്മസ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിരുന്നിനെ ക്ഷണിച്ചപ്പോൾ മുരളീധരേട്ടൻ അന്ന് പറഞ്ഞത്, പിണറായിയുടെ ചായ കുടിക്കുന്നവർ കോൺഗ്രസിൽ വേണ്ട, അങ്ങനെ പോകുന്നവർ പോട്ടെ, അങ്ങനെ കോൺഗ്രസും ലീഗും ഇല്ലാണ്ടാവുന്നെങ്കിൽ ഇല്ലാണ്ടാവട്ടെ, പിണറായിയുടെ ചായ കുടിച്ചാലേ കോൺഗ്രസ് ആകൂ എങ്കിൽ ആ കോൺഗ്രസ് ഇവിടെ വേണ്ട എന്നാണ്. എന്നിട്ട് മോദിയുടെ വിരുന്ന് വന്നപ്പോൾ പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ UDF ഒറ്റക്കെട്ടായി നേരിടും, എതിർക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഇല്ലാതാകുന്നതല്ല ഈ നാട്ടിലെ മതേതരത്വം എന്നാണ് വാദം. അതായത് പിണറായിയുമായി ഒരുമിച്ച് ചായ കുടിച്ചാൽ ഈ രാജ്യത്തെ മതേതരത്വം തകരും, മോദിയാകുമ്പോൾ ആ പ്രശ്നമില്ല എന്ന്. വല്ലാത്ത ജാതി പോയിന്റ് ഇല്ലേ? പണ്ടൊക്കെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ കോഴികൾക്ക് അരി വാരി ഇട്ട് കൊടുക്കും. അത് കൊത്തിപ്പറിച്ച് തിന്നിട്ട്, ഹോ നല്ല വീട്ടുകാരി, എന്നോട് എന്ത് ഇഷ്ടമാ, വിരുന്നുകാർ വന്നിട്ട് പോലും എൻ്റെ കാര്യം ഒന്നും മറന്നില്ല എന്ന് മനസ്സിൽ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും ആ അരിമണി കൊത്തിപ്പറിക്കി തിന്നാം. പക്ഷെ മണിക്കൂർ ഒന്ന് കഴിയുമ്പോൾ ആ കോഴി കറിച്ചട്ടിയിലുണ്ടാവും. അതുപോലെയാ മോദിയുടെ ഭാരത് റൈസ് കൊണ്ടുള്ള ഈ വിരുന്ന്. കുറച്ച് കഴിയുമ്പോൾ അറിയാം ഈ പ്രേമചന്ദ്രൻ ഏത് പാത്രത്തിൽ കിടന്ന് തിളയ്ക്കുമെന്ന്. സംഭവം വേറൊന്നുമല്ല, അഥവാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റാലും അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. തോറ്റാലും മന്ത്രിസ്ഥാനം കിട്ടുക എന്നത് ചെറിയ കാര്യമാണോ? അതിനുവേണ്ടി ഒന്ന് കാവിയിൽ മുങ്ങി നിരങ്ങിയാലും കുഴപ്പമൊന്നും ഇല്ല അല്ലേടോ പ്രേമേന്ദ്ര? ഒന്നും കാണാതെ അണ്ണൻ ഉണ്ണാൻ പോവില്ലെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം.